ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ടിപ്സ് ഫോർ ഡിവിഷൻ വിത്ത് 5മായി ഡിവിഷൻ ചെയ്യാനുള്ള ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഒരു ഈസി മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ കാണാം, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 24 ഡിവൈഡഡ് ബൈ 5 ആണ്. ഇതിൻ്റെ ആൻസർ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും ചോദിച്ചാൽ, ഈ 24ൻ്റെ ഇരട്ടി എടുക്കുക. 24ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 24 × 2 ടൈംസ് 24 × 2 ചെയ്താൽ മതി. അപ്പോൾ 24ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 48 ആണ്. അതിനുശേഷം ഡിവൈഡഡ് ബൈ 10 കൊടുക്കുക. നമുക്കറിയാം ഡിവൈഡഡ് ബൈ 10 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്ലേസ് മാറ്റി പോയിന്റ് ഇടുകയാണ് ചെയ്യുക. നമ്മുടെ ആൻസർ 4.8 ആണ്. അതായത് ഒരു സംഖ്യയെ 5മായി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി വന്നാൽ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഇരട്ടി കണ്ട് ഒരു സ്ഥാനം ബാക്കിലേക്ക് മാറ്റി പോയിന്റ് ഇടുക. അതാണ് ഇതിൻ്റെ ടെക്നിക്ക്. അപ്പോൾ നമുക്ക് വേറൊരു സംഖ്യ നോക്കാം. 52 ഡിവൈഡഡ് ബൈ 5. 52 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 52ൻ്റെ ഇരട്ടി, അതായത് 2 ടൈംസ്, ദാറ്റ് ഈസ് 104 ആണ്. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഒരേ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്യാം. ഇതായിരിക്കും നമ്മുടെ ആൻസർ. നമുക്ക് ഈ ഒരു സ്റ്റെപ്പൊക്കെ നമ്മൾ ഇത് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കൊരു വേറൊരു സംഖ്യ നോക്കാം. 46 ഡിവൈഡഡ് ബൈ 5. 46 ഡിവൈഡ് ബൈ 5 പറയുമ്പോൾ 46ൻ്റെ ഇരട്ടി, അതായത് 2 ടൈംസ് എന്ന് പറയുന്നത് 92 ആണ്. ദെൻ ഒരു പ്ലേസ് മാറ്റി പോയിന്റ് ചെയ്യാം. വേറൊരു സംഖ്യ നോക്കാം. 88 ഡിവൈഡഡ് ബൈ 5. 88ൻ്റെ 2 ടൈംസ് എന്ന് പറയുന്നത് 176 ആണ്. എന്നിട്ട് ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക. നമുക്കൊരു 3 ഡിജിറ്റ് നമ്പർ നോക്കാം. 105 ഡിവൈഡഡ് ബൈ 5. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 105ൻ്റെ ഇരട്ടി, അതായത് 2 ടൈംസ് ചെയ്യുക. 105 × 2 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 210 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഒരു പോയിന്റ് ഇടണം, ഒരു പ്ലേസ് മാറ്റി പോയിന്റ് ഇടണം. 21 കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ 21 ആണ്. അപ്പോൾ നമുക്ക് വേറൊരു സംഖ്യ നോക്കാം. ഒരു 4 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. 1232 എടുക്കാം. 1232 എടുക്കാം. ഡിവൈഡഡ് ബൈ 5. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ സംഖ്യയുടെ 2 ടൈംസ് ആണ്. ഇൻറ്റു 2 ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം, അല്ലെങ്കിൽ ആഡ് ചെയ്ത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ 2 ഇൻറ്റു ചെയ്ത് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പം അതേപോലെ ചെയ്യാം. അപ്പോൾ നമ്മൾക്കുള്ള ആൻസർ 2461 എന്ന് കിട്ടും. എന്നിട്ടൊരു പോയിന്റ് 1 പ്ലേസ് മാറ്റി പോയിന്റ് ചെയ്യും. ഇതായിരിക്കും ആൻസർ. ഇതാണ് 5 കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. 5മായി ഡിവിഷൻ ചെയ്യേണ്ടി വരുമ്പോൾ വളരെ ഈസിയാണ് ചെയ്യാൻ. നമുക്ക് തന്നിട്ടുള്ള സംഖ്യയുടെ ഇരട്ടി കാണുക, അല്ലെങ്കിൽ 2 ടൈംസ് കണ്ടുപിടിക്കുക. എന്നിട്ട് അതാണ് നമ്മുടെ ആൻസർ. അതിൽ നിന്ന് ഒരു പ്ലേസ് നമ്മൾ ബാക്കിലേക്ക് മാറ്റി പോയിന്റ് ഇടുന്നതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ആൻസർ. കൂടുതൽ ചെയ്യാനൊന്നുമില്ല. നമ്മൾ മറ്റു രീതിയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നോർമൽ രീതിയിൽ ഹരിച്ച് കണ്ടുപിടിക്കുമ്പോഴേക്കും കുറച്ച് സമയം നമ്മൾ അതിന് വേണ്ടി ചിലവഴിക്കും. ഇവിടെ നമുക്ക് അത്രയൊന്നും ചിലവഴിക്കണ്ട. നമ്മുടെ മനസ്സിൽ തന്നെ 2 ടൈംസൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെ കണ്ടുപിടിച്ച് ആൻസർ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആൻസറിൽ 1 പ്ലേസ് മാറ്റിയിട്ടാണ് പോയിന്റ് ഇടേണ്ടത്. 5മായി ഡിവിഷൻ ചെയ്യുമ്പോൾ 1 പ്ലേസ് മാറ്റി പോയിന്റ് ഇട്ടാണ് നമ്മുടെ ആൻസർ എഴുതേണ്ടത്. ഇനി നമുക്ക് കുറച്ച് വലിയ സംഖ്യ വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. 242 ഒരു 5 ഡിജിറ്റ് നമ്പറാണ് ഇവിടെ ഉള്ളത്. ഡിവൈഡഡ് ബൈ 5. ഇത് സെയിം മെത്തേഡ് തന്നെയാണ്. ഇതിൻ്റെ ഇരട്ടി കാണുക, അതായത് 2 ടൈംസ് കാണുക.
അപ്പോൾ 2 ടൈംസ് കാണുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുക? 2 × 2s are 4, 2 × 4s are 8, 2 × 2s are 4, 2 × 8 are 16, then 1 place 1, then 2 × 5 are 10, then add this one, that is 11. ഇതാണ് നമ്മുടെ ആൻസർ. ആൻസർ ആയിട്ടില്ല, എന്ത് ചെയ്യണം? ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക. അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇങ്ങനെ എത്ര വലിയ സംഖ്യയുമായി നമുക്ക് എന്ത് ചെയ്യാം? 5മായി ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാം. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? 5x2 4 പറഞ്ഞ് നമ്മളെ ആൻസർ കണ്ടുപിടിച്ച് ലാസ്റ്റ് നമുക്ക് ആൻസർ കിട്ടുമ്പോഴേക്കും കുറച്ച് സമയം, കുറച്ചല്ല ഒരുപാട് സമയം നമ്മൾ ചിലവഴിക്കേണ്ടി വരും. ഇവിടെ ആകുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മളിവിടെ 5 ആണ് നോക്കിയത്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പ്ലേസ് മാറ്റി പോയിന്റ് ഇടുകയാണ് ചെയ്തത്. ഇരട്ടി എടുത്ത് ഒരു പ്ലേസ് മാറ്റി പോയിന്റ് ഇടുകയാണ് ചെയ്യുക. ഈ 5ന് പകരം 50 ആണ് വന്നതെങ്കിൽ എന്താ ചെയ്യാന്ന് നോക്കാം. നമുക്കൊരു വലിയ സംഖ്യ തന്നെ എടുക്കാം. 5ന് പകരം 50 ആണ് വന്നതെങ്കിൽ എന്ത് ചെയ്യും? 5ന് പകരം 50 ആണ് വന്നതെങ്കിൽ ദ സെയിം അല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഫസ്റ്റ് പോർഷൻ സെയിം ആണ്. അതായത് 1 2 3 4ൻ്റെ 2 ടൈംസ് കാണുക. ദാറ്റ് ഈസ് 2 4 6 8 ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക? 2 സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്യാം. 50 വരുമ്പോൾ എന്ത് ചെയ്യണം? 5 വരുമ്പോൾ നമ്മൾ ഒരു സ്ഥാനം മാറ്റിയാണ് പോയിന്റ് ചെയ്യുന്നത്. 50 വരുമ്പോൾ 2 സ്ഥാനം മാറ്റിയാണ് പോയിന്റ് ഇടുന്നത്. അതായത് ഇത് ബൈ 100 വരുന്നത് കൊണ്ടാണ് നമ്മൾ 2 സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്യുന്നത്. ഇതും നമുക്ക് എത്ര വലിയ സംഖ്യയുടെ ആൻസർ ഇതേപോലെ കണ്ടുപിടിക്കാം. ഒന്നുമില്ല, എത്ര വലിയ സംഖ്യ കിട്ടിയാലും അത് 50 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് വന്നതെങ്കിൽ ആ സംഖ്യയുടെ ഇരട്ടി കണ്ടുപിടിച്ച് അതിന് 2 സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്താൽ മതി. അപ്പം ഇനി വേറൊരു കാര്യം നോക്കാം. നമുക്ക് സെയിം സംഖ്യ തന്നെ എടുക്കാം. 50ക്ക് വരെ 500 ആണ് വരുന്നതെങ്കിലും 500 ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് കണക്ക് കൂട്ടി കണ്ടുപിടിക്കുമ്പോഴേക്കും വേണമെങ്കിൽ നമ്മുടെ എക്സാം ടൈം തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇത് ചെയ്ത സെയിം തന്നെയാണ് ഈ 1 2 3 4ൻ്റെ ഇരട്ടി. ബട്ട് ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇതിനെ 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 3 പ്ലേസ് മാറ്റി പോയിന്റ് ഇടുക. ഇത്രയേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇനി വലിയൊരു സംഖ്യയാണെങ്കിലും നമുക്കിങ്ങനെ ചെയ്യാം. എങ്ങനെയാ നോക്കാം. ഇതിന് എന്ത് ചെയ്യുക? ഇതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ചെയ്യുക. 2 ടൈംസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? 7 6 7 9 2. ഇതേ ബൈ 1000 ആണ് നമ്മുടെ ആൻസർ. ദാറ്റ് ഈസ് 7 6 7 9 2. 3 പ്ലേസ് മാറ്റി പോയിന്റ് ഇടുക. അപ്പം നമ്മൾ ഈ ഡിവിഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എത്ര വലിയ സംഖ്യ കിട്ടിയാലും 5ഉമായിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ വരുന്നതെങ്കിൽ ആ സംഖ്യയുടെ ഇരട്ടി കണ്ടുപിടിച്ച് അതിൽ നിന്ന് ഒരു പ്ലേസ് മാറ്റി പോയിന്റ് ഇടുക. ഇനി 5ന് പകരം 50 ആണ് വരുന്നതെങ്കിൽ 2 പ്ലേസ് മാറ്റി പോയിന്റ് ഇടുക. അതിൻ്റെ ഇരട്ടി കണ്ടുപിടിച്ച് 2 പ്ലേസ് മാറ്റി പോയിന്റ് ഇടുക. ഇനി 5ഉം 50ഉം അല്ല 500 ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക? കിട്ടിയ സംഖ്യയുടെ ഇരട്ടി എടുത്തിട്ട് അതിന് 3 പ്ലേസ് മാറ്റി പോയിന്റ് ഇടുക. ഇങ്ങനെ 500ന് പകരം 5000 എങ്ങനെ എത്ര വലിയ സംഖ്യ വേണമെങ്കിലും ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ
ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. ഇനി ഇതിലും വ്യത്യസ്തമായ ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോവുമായി വീണ്ടും കാണാം.